Hello everybody, welcome back to the online classes on microprocessor 8085. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് ഡിവൈസസ് ആണ്. അതിൽ 8255, 8254, 8237 or 57 ഇത്രയും ഡിവൈസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ ടു ദി ക്ലാസ്. കൂടാതെ ഇതിൻ്റെ അവസാന ഭാഗമായിട്ട് നമ്മൾ 8086 ആർക്കിടെക്ചറും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദി ക്ലാസ്. Okay, so here 8255A is an IC. It's a peripheral IC used along with 8085. അപ്പോൾ നമുക്കറിയാം 8085 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരു മൈക്രോ പ്രോസസ്സറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും എക്സ്റ്റേണലായിട്ട് ഡിവൈസുമായിട്ട് അതിന് ഇൻറ്ററാക്ട് ചെയ്യണമെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു LED നമുക്ക് സിഗ്നൽ കൊടുക്കണം, അതായത് ഒരു LED ഓൺ ആക്കണം അല്ലെങ്കിൽ ഓഫ് ആക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പർ മോട്ടർ പോലുള്ള ഒരു മോട്ടറിനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റേതെങ്കിലും ഒരു ഇൻ്റർഫേസിങ് ആപ്ലിക്കേഷൻ, അതായത് മറ്റു ഡിവൈസുകളെ കൺട്രോൾ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഹലോ മുസ്തഫായസ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ കീബോർഡ് കണക്ട് ചെയ്യുക, ഒരു ലിഫ്റ്റ് സിമുലേറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കീബോർഡ് കണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് കീസ് കണക്ട് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ഡിവൈസസ് 8085 കണക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ LED പോലുള്ള അല്ലെങ്കിൽ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ പോലുള്ള ഡിവൈസുകൾ നമുക്ക് 8085 ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ 8085 നമുക്ക് ഡയറക്റ്റായിട്ട് പോർട്ട് സിഗ്നൽസ് നമുക്ക് എടുക്കാൻ കഴിയില്ല. പോർട്ട് സിഗ്നൽസ് ഡയറക്റ്റ്ലി നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് അതേസമയം നമുക്കറിയാം ഒരു മൈക്രോ കൺട്രോളറിനെ സംബന്ധിച്ച് അത് വളരെ എളുപ്പമാണ്. നമ്മൾ 8031 അല്ലെങ്കിൽ 8051 പഠിച്ച സമയത്ത് നമ്മൾ കണ്ടു, അതിനകത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ഡിവൈസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അവിടെ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ പ്രത്യേകത പ്രോഗ്രാമബിൾ IC ആണ്. ആ പ്രോഗ്രാമബിൾ ICയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിവൈസുകൾ, ഹലോ ഷഫ്ന ഷെറിൻ, ഡിവൈസുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മൈക്രോ കൺട്രോളർ എന്നുള്ള പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ control applications, whereas a microprocessor is used in a computer or a microcomputer rather. Microcomputer എന്ന് പറയാൻ കാര്യം, സാധാരണ പണ്ടത്തെ കാലത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സർ ഇല്ലാതിരുന്ന കാലത്ത് ഇത്തരത്തിൽ ALUവും കൺട്രോൾ യൂണിറ്റൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ICs ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സിംഗിൾ IC അല്ല, മൈക്രോ പ്രോസസ്സറിൻ്റെ റോള് വഹിക്കുന്ന ഒന്നിലധികം ICs ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഉപയോഗിച്ചിരുന്നതുകൊണ്ട് ആ സമയത്ത് ഇനിയിപ്പം അതിന് ഒരു കുറച്ച് കാലം മുമ്പേ എന്ന് പറയുന്നത് ഈ IC ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമുക്കറിയാം ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരു കാലത്ത് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുമൊക്കെ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോഴും ആ സമയത്ത് ഹലോ അപന്യ തബി, ആ സമയത്ത് നമുക്ക് ഈ മൈക്രോ പ്രോസസ്സർ പോലുള്ള ഒരു ഡിവൈസ് അവൈലബിൾ അല്ല, അതായത് ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ആ സമയത്തും നമുക്ക് കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് കമ്പ്യൂട്ടറുകളിൽ ഇത്തരത്തിലുള്ള ഹലോ മുഹമ്മദ് മുഫീദൻ, അത് അന്നത്തെ കമ്പ്യൂട്ടറുകളിലും മൈക്രോ പ്രോസസ്സറിന് ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നത് പോലെ അന്ന് CPU എന്ന് പറയുന്നതുകൊണ്ട് ALU കൺട്രോൾ യൂണിറ്റൊക്കെ ഉണ്ട്. പക്ഷേ അത് മൈക്രോ പ്രോസസ്സർ പോലൊരു ഡിവൈസ് ഉപയോഗിച്ചിട്ടല്ല, ഒരു IC ഉപയോഗിച്ചിട്ടല്ല ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. പകരം സെവറൽ ഡിവൈസസ്, ട്രാൻസിസ്റ്റേഴ്സും സർക്യൂട്ട്സും, അല്ലെങ്കിൽ വാക്യൂം ട്യൂബ് ആയിരുന്ന സമയത്ത് വാക്യൂം ട്യൂബ് സർക്യൂട്ട്സ് ഉപയോഗിച്ചായിരുന്നു അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നത്. പിന്നീട് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്തതോടുകൂടി ഈ മൈക്രോ പ്രോസസ്സർ എന്ന ഡിവൈസ് കണ്ടുപിടിക്കുകയും അത് ഈ പറയുന്ന CPUവിനെ റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ CPUവിനെ റീപ്ലേസ് ചെയ്ത് അവിടെ മൈക്രോ പ്രോസസ്സർ സ്ഥാനമെടുത്തു. അത്തരത്തിലാണ് പിന്നീട് മൈക്രോ കമ്പ്യൂട്ടർ എന്നുള്ള പേര് വരാനുള്ള കാരണം. അപ്പോൾ പണ്ടത്തെ കമ്പ്യൂട്ടറുകൾക്ക് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയാറില്ല. കാരണം എന്താ വെച്ചാൽ പണ്ട് കാലത്തുണ്ടായിരുന്ന വാക്യൂം ട്യൂബിൻ്റെ കാലത്തുണ്ടായിരുന്ന ട്രാൻസിസ്റ്റേഴ്സ് മാത്രം, ഡിസ്ക്രീറ്റ് ഡിവൈസുകൾ ഉണ്ടായിരുന്ന കാലത്തുള്ള കമ്പ്യൂട്ടറുകളെ നമ്മൾ ഒരിക്കലും മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയാറില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ല. ദ ടേം മൈക്രോ സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റഗ്രേറ്റഡ്. The term micro stands for
ഇൻ്റഗ്രേറ്റഡ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എന്നുള്ള വാക്കിൻ്റെ മറ്റൊരു വാക്കാണ്, വേർഡാണ് മൈക്രോ എന്ന് പറയുന്നത്. സോ ദ ടേം മൈക്രോ സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റഗ്രേറ്റഡ്. So since a computer which uses a microprocessor is called a microcomputer. So a computer which uses a microprocessor is called a മൈക്രോ കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള മൈക്രോ കമ്പ്യൂട്ടർ നമ്മുടെ ലാബിൽ കാണാം. ഉദാഹരണത്തിന് ഇപ്പം ഇൻ്റലിൻ്റെ ഒരു സിംഗിൾ ബോർഡ് മൈക്രോ കമ്പ്യൂട്ടറാണ് SDK85 എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഈ SDK85യുടെ ഒരു ക്ലോണാണ് നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന VI മൈക്രോ 85 എന്ന് പറയുന്ന നമ്മൾ ലാബിൽ ഉപയോഗിക്കാൻ പോകുന്ന കിറ്റ്. അപ്പോൾ ഇതൊരു സിംഗിൾ ബോർഡ്. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് സിംഗിൾ ബോർഡ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. നമുക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ലാബിൽ ചെന്നാൽ കാണാം. അത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കമ്പ്യൂട്ടർ ഇരിക്കുന്നതാണ്. പക്ഷേ ആ കമ്പ്യൂട്ടറിനകത്ത് ഇരിക്കുന്നത് 85 പോലുള്ള ഒരു പ്രോസസ്സറല്ല, പക്ഷേ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മൈക്രോ പ്രോസസ്സറാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ നവഡേയ്സ് നമുക്ക് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ഇൻ്റലിൻ്റെ ഹയർ എൻഡ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് i3 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ i5 ഉണ്ട്, പിന്നെ ഇപ്പോൾ i7 ഉണ്ട്, ഇപ്പോൾ അത് i9 വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ഹയർ എൻഡ് പ്രോസസ്സറുകളാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള തുടക്കത്തിലുള്ള മൈക്രോ പ്രോസസ്സറാണ്. ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് അത് 80 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് 4004 പിന്നെ അതിന് മുമ്പ് അതിൻ്റെ പ്രൊഡ്യൂസറും ഉണ്ട്. 8080യുടെ പ്രൊഡ്യൂസറും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പം ശരിക്കും നമ്മളിവിടെ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത് 8085 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സറാണ്. 8085 ആ ഹൈറാർക്കി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 8085 കഴിഞ്ഞാൽ അടുത്ത മൈക്രോ പ്രോസസ്സർ കണ്ടുപിടിച്ചത് ഇന്ത്യയിൽ ഇറക്കിയത് 8086 ആണ്. അതിൻ്റെ ഒപ്പം തന്നെ 8088 ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 8086ഉം 8088ഉം പിന്നീട് അത് 80186 ഇറക്കി. അപ്പോൾ ഇത് ഓരോ 1 ഇയർ 2 ഇയർ കൂടുമ്പോഴും അല്ലെ വിത്തിൻ 5 ഇയർ സ്പാനിൽ ഇങ്ങനെ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അപ്ഗ്രഡേഷൻ്റെ ഭാഗമായിട്ട് പിന്നീട് 80186 ആണ് അടുത്ത് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം 80286 ആണ് നെക്സ്റ്റ് കമ്പ്യൂട്ടർ. അതിനുശേഷം 80386 ആണ് അടുത്ത മൈക്രോ പ്രോസസ്സർ. അപ്പോൾ ഇതെല്ലാം മൈക്രോ പ്രോസസ്സറുകളാണ്. ഇതൊക്കെ ഹയർ എൻഡ് മൈക്രോ പ്രോസസ്സറുകളാണ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇൻ്റലിൻ്റെ ഫാമിലീസാണ്. ഇൻ്റൽ ഫാമിലിയിൽപ്പെട്ട മൈക്രോ പ്രോസസ്സറാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഹയർ വേർഷൻസാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് 386ന് ശേഷം വരുന്നതാണ് 80486, അത് കഴിഞ്ഞാൽ 80586 വിച്ച് ഈസ് നോൺ ആസ് പെൻറ്റിയം. ഇവിടെ ഈ 80586നാണ് പെൻറ്റിയം 1 എന്ന് പറയുന്നത്. ഇതിന് ശേഷം നോമൻക്ലേച്ചർ പിന്നെ മാറി പെൻറ്റിയമായി. പെൻറ്റിയം 1 കഴിഞ്ഞ് പിന്നെ പെൻറ്റിയം 2 ആയി, P2. അത് കഴിഞ്ഞ് പെൻറ്റിയം 3 ആയി, അതിന് പെൻറ്റിയം 4 ആയി, അതിനുശേഷം പെൻറ്റിയം 5 വരെ വന്നു. ഓക്കെ, അപ്പോൾ പെൻറ്റിയം 5 കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഹയർ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഡുവൽ കോർ പ്രോസസ്സർ ഇറങ്ങിയിരുന്നു. അപ്പോൾ അതിന് കോർ 2 ഡുവോ എന്ന് പറഞ്ഞാൽ വേറൊരു ഇൻ്റൽ സെലറോൺ എന്ന് പറയുന്ന സീരീസിൽ വേറെ പ്രോസസ്സേഴ്സ് ഇറക്കിയിട്ടുണ്ട്, സെലറോൺ. അപ്പോൾ അതിൽ സെലറോൺ പ്രോസസ്സർ കൂടാതെ ഡുവൽ കോർ അല്ലെ കോർ 2 ഡുവോ പ്രോസസ്സേഴ്സൊക്കെ അതിന് ശേഷം ഇറങ്ങിയിട്ടുള്ളതാണ്. ഈ P5യുടെ ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഈ ഡുവൽ കോറ്, പിന്നെ വരുന്നത് ഡുവൽ കോറ് അല്ലെ കോർ, അതിന് ശേഷം വരുന്നത് കോർ 2 ഡുവോ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് ക്വാഡ് കോർ പ്രോസസ്സ്. അപ്പോൾ ക്വാഡ് കോർ പ്രോസസ്സറിൽ പെട്ടതാണ് 4 കോറാണ്. ഇത് ഡുവൽ കോർ എന്ന് പറയുന്നതിൽ 2 കോറുണ്ട്. അത് 2 മൈക്രോ പ്രോസസ്സറിന് തുല്യമാണ് ഒരു ഡുവൽ കോർ പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിനുശേഷം ക്വാഡ് കോറായി, അതായത്
4 കോറുകളുള്ള ക്വാഡ് കോർ പ്രോസസ്സർ വന്നു. ഈ ക്വാഡ് കോർ പെട്ടതാണ് i3 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സർ. പിന്നീട് അത് i5 ഇറങ്ങി, i3ക്ക് ശേഷം നെക്സ്റ്റ് i5 ഇറക്കി, i5 പ്രോസസ്സർ വന്നു. പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്ത് i7 പ്രോസസ്സർ വന്നു. പിന്നെ അത് i9 വരെ ഇപ്പം എത്തി നിൽക്കുകയാണ് ഇപ്പോൾ കറൻ്റ്ലി. അപ്പോൾ ഇതാണ് നമ്മൾ മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു ഹൈരാർക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രീഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് ഇവിടെ ഈ മൈക്രോ എന്നുള്ള വാക്ക് എന്ന സമയത്ത് മൈക്രോ പ്രോസസ്സർ എങ്ങനെ വന്നു, ടേം എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കിയത്. മൈക്രോ കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് നമ്മൾ ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി ലെറ്റസ് മൂവ് ഓൺ ടു ദി 8255 പ്രോഗ്രാമബിൾ പെരിഫറൽ IC. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോ കൺട്രോളറിൽ അതിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. LED അല്ലെങ്കിൽ സ്റ്റെപ്പർ മോട്ടർ അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയും. കൂടാതെ നമുക്ക് കീസ് എന്താ പറയുക, പുഷ് കീസ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് ഡിവൈസുകളും കണക്ട് ചെയ്യാം 8255. അപ്പം അത്തരത്തിലാണ് ഒരു മൈക്രോ കൺട്രോളർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതേ കേപ്പബിലിറ്റി ഒരു മൈക്രോ പ്രോസസ്സറിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു മൈക്രോ പ്രോസസ്സറിന് തനിയെ സാധിക്കത്തില്ല. അതിന് പകരം അതിന് പെരിഫറൽ ICസിൻ്റെ ആവശ്യമുണ്ട്. സോ വി ഹാവ് ടു യൂസ് programmable peripheral interface ICs such as 8255. So 8255 is an example of a programmable peripheral interface IC. So 8255A advanced എന്നുള്ളതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ദിസ് ഡയഗ്രാം ഷോസ് ദി 8255 programmable peripheral interface, and here the purpose is to use this IC for connecting several IO devices. Okay, so the 8255 is widely used as a programmable parallel IO device. Okay, and it can be programmed to transfer data under various conditions. So from simple input output operations to interrupt input output. So again it is flexible and versatile and economical. So when we require multiple IO ports, this can be used effectively. But this is quite actually when you are using several IO devices together, this can be somewhat complex. So here we are in the 8255 we have 3 ports, namely port A, port B and port C. So ഇവിടെ നമുക്ക് 8255A എന്ന് പറയുന്ന ICയിൽ നമുക്ക് 3 പോർട്ടുകളാണ് ഉള്ളത്. അതായത് പോർട്ട് A, then പോർട്ട് B, then port C. So here port A can be used as input or output port. Port B can also be used as input and or output port, and port C can be either used as a single port or it can be used as 2 4-bit ports. 2 4-bit port ആയിട്ട് ഉപയോഗിക്കാം. Also it can be used in to use individual bits, okay, of the port. So here port A has got 8-bit pins, and port B also has got another 8-bit pins, and for port C 4-bit plus 4-bit, so totally 8 bits. So in a total we have 24 bits. So 8255 can has a total of 24 bits, that which means it can control several devices. Okay, 24 bits നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ പോർട്ട് എ 8-ബിറ്റ്, പോർട്ട് ബി 8-ബിറ്റ്, പോർട്ട് സി എന്ന് പറയുന്നത് 4+4 8-ബിറ്റ്. കൂടാതെ ഇവിടെ ഹാൻഡ് ഷേക്കിംഗ് ഓപ്പറേഷൻ ഒരു മോഡുണ്ട്. ഇപ്പോൾ മോഡ് 0, മോഡ് 1, മോഡ് 2, 3 മോഡുണ്ട്. There are 3 modes of operation for 8255A, namely mode 0, then mode 1, then mode 2. So in the mode 0 and mode 1 operation, port A can work as input port. Also similarly port B can work as input port, and here there is some slight difference here in between port A and mode 0 and mode 1. That is in the case of simple IO operation, we can use the mode 0, so which is the simple input or output mode. So in this mode, port A and port B are used as 2 simple 8-bit IO port, and port C can be used as 2 4-bit IO port. And each port
can be programmed to function as simply as input port or as an output port. അപ്പോൾ ഇവിടെ പോർട്ട് സിയുടെ പകുതി ഭാഗം ഇൻപുട്ട് പോർട്ടായിട്ടും പകുതി ഭാഗം അത് അപ്പർ 4 ബിറ്റും ലോവർ 4 ബിറ്റും അത് ഒന്ന് ഇൻപുട്ടായിട്ടും മറ്റേത് ഔട്ട്പുട്ടായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ മോഡ് 0യുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഔട്ട്പുട്ട്സ് ആർ ലാച്ച്ഡ് ദെൻ ഇൻപുട്ട്സ് ആർ നോട്ട് ലാച്ച്ഡ് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ പോർട്ട്സ് ഡു നോട്ട് ഹാവ് ദി ഹാൻഡ് ഷേക്കിംഗ് ഓർ ഇൻറപ്റ്റ് കേബിലിറ്റി. പിന്നെ ഇതിനകത്ത് ഹാൻഡ് ഷേക്കിംഗ് ഓപ്പറേഷൻ മോഡ് 0യിൽ നടക്കത്തില്ല. അപ്പോൾ ഇനി അടുത്തത് മോഡ് 0 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മോഡ് 1 ഓപ്പറേഷനാണ്. മോഡ് 1 ഓപ്പറേഷനിൽ നമുക്ക് ഇവിടെ അഡീഷണലായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് മോഡ് 0 ഇല്ലാത്ത മോഡ് 1ൽ ഇറ്റ് ക്യാൻ ബി യൂസ് ആസ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് വിത്ത് ഹാൻഡ് ഷേക്ക്. അപ്പോൾ ഹാൻഡ് ഷേക്കിംഗ് ഓപ്പറേഷനും ഇതിൻ്റെ ഒപ്പം തന്നെ മോഡ് 0യിൽ ഹാൻഡ് ഷേക്കിംഗ് ഓപ്പറേഷൻ ഇല്ല. അതേസമയം മോഡ് 1ൽ ഹാൻഡ് ഷേക്കിംഗ്, അതായത് പോർട്ട് സിയിലുള്ള ബിറ്റുകൾ ഉപയോഗിച്ച് പിൻസ് നമ്പർ ഓഫ് നമുക്കറിയാം 4 ബിറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് ഓരോ ബിറ്റായിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഹാൻഡ് ഷേക്കിംഗ് ഓപ്പറേഷൻ ഉപയോഗിക്കാം. ഒരു ഹാൻഡ് ഷേക്കിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയും US-ഉം, ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി US പ്രസിഡൻറ്റും തമ്മിൽ ഒരു ധാരണ, പരസ്പരം ഒരു ധാരണയായി. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും അല്ലേ, എന്നിട്ട് അതിന് ശേഷം കൈ കൊടുക്കും, ഹാൻഡ് ഷേക്ക് ചെയ്യും. ഇതിനെയാണ് ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡാറ്റ അല്ലെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അങ്ങോട്ട് കൈമാറുമ്പോൾ അവിടുന്ന് തിരിച്ച് അക്നോളജ് ചെയ്യാൻ വേണ്ടിയാണ് ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യുന്നു, ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് ഹാൻഡ് ഷേക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡോക്യുമെൻ്റ് തമ്മിൽ കൈമാറി എന്നുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അത്തരത്തിൽ തന്നെയാണ് ഇവിടെ മൈക്രോ പ്രോസസറിൻ്റെ കാര്യത്തിലും. ഇവിടെ ഹാൻഡ് ഷേക്കിംഗ് ഓപ്പറേഷനിലാണ് ഈ പോർട്ട് സി ഉപയോഗിക്കുന്നത്. അതിലോരോ ബിറ്റുകളും ഹാൻഡ് ഷേക്കിംഗ് ഓപ്പറേഷൻ ഉപയോഗിക്കും. അപ്പോൾ മോഡ് 1 ഓപ്പറേഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഇവിടെ മോഡ് 1 ഉപയോഗിക്കുന്ന സമയത്ത് ഈ പോർട്ട് എ പോർട്ട് ബി ഓപ്പറേഷൻ അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് പിന്നെ ഓപ്പറേഷൻ നടക്കുമ്പോഴും അവിടെ അഡീഷണലായിട്ട് മോഡ് 1ൽ ഹാൻഡ് ഷേക്കിംഗ് ഓപ്പറേഷൻ പോസിബിൾ ആണ്. ഓക്കെ, സോ ഹിയർ ഹാൻഡ് ഷേക്ക് സിഗ്നൽസ് ആർ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ മൈക്രോപ്രോസസർ ആൻഡ് ദ പെരിഫറൽ പ്രയർ ടു ദി ഡാറ്റ ട്രാൻസ്ഫർ. അതാണ് ഈ മോഡ് 1ൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും ആണ് മോഡ് 0യും മോഡ് 1നെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് മോഡ് 2 എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ ഡാറ്റ ട്രാൻസ്ഫറാണ്. അത് രണ്ട് സൈഡിലേക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം ഒരേ സമയം, ഒരേ നിമിഷത്തിൽ തന്നെ ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും. അതായത് പോർട്ട് എ ഉദാഹരണത്തിന് ഇൻപുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യും, പോർട്ട് ബി ഔട്ട്പുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒരേ സമയം നടക്കുന്നതുകൊണ്ട് ബൈ ഡയറക്ഷണൽ ഡാറ്റ ട്രാൻസ്ഫർ നമുക്ക് പറയാം. സോ ഹിയർ പോർട്ട് എ ക്യാൻ ബി കോൺഫിഗർഡ് ആസ് എ ബൈ ഡയറക്ഷണൽ പോർട്ട് ആൻഡ് പോർട്ട് ബി ക്യാൻ വർക്ക് ഐദർ ഇൻ മോഡ് 0 ഓർ മോഡ് 1. ഓക്കെ, and also port A uses 5 signals from port C as handshake signal for data transfer. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസ് അവിടെ മോഡ് 2ൽ പോസിബിൾ ആണ്. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണലായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ആണ്. ഇനി ഇവിടെ നമുക്ക് ഈ 8255യുടെ IC നമുക്ക് പിൻ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കാം. പിൻ ഡയഗ്രാം ഇവിടെ ഇതൊരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു IC ആണ്, പ്രോഗ്രാമബിൾ IC ആണ്. ഇപ്പോൾ 8085യുടെ അത്രയും കേപ്പബിലിറ്റി ഇല്ലെങ്കിലും ഏകദേശം ഇതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം PA0 മുതൽ PA7 വരെ പോർട്ട് എ എന്ന് പറയും. പോർട്ട് A0 മുതൽ A7. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം PA0, PA1, PA2, PA3, ദെൻ ഹിയർ PA4, PA5, PA6, PA7. അപ്പോൾ PA7 വരെ 8 ബിറ്റ് പോർട്ട്. അത് കഴിഞ്ഞാൽ PB0 മുതൽ PB7 വരെ അത് പോർട്ട് ബി ആണ്. ഇവിടെ നമുക്ക് കാണാം PB0, PB1, PB2, ദെൻ PB3, PB4, PB5, PB6, PB7. അപ്പോൾ ഇത്രയും ആണ് പോർട്ട് ബി. കൂടാതെ പോർട്ട് സി എന്ന് പറയുന്നത് PC0, PC1, PC2, PC3, PC4, PC5, PC6, PC7. അപ്പോൾ ഇത്രയും പോർട്ട് സി ഓപ്പറേഷനാണ്. അപ്പോൾ പോർട്ട് സി ആണ്. അത്രയും പിന്നുകൾ 8 പിന്ന് പോർട്ട് സി ആണ്. അപ്പോൾ ഈ പിന്ന് ഉപയോഗിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്. ഇനി അതുകൂടാതെ നമുക്കിവിടെ D0 മുതൽ D7 വരെ നമ്മൾ മൈക്രോ പ്രോസസറിൻ്റെ ഡാറ്റ ബസ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. ഈ D0 മുതൽ D7 പിന്ന് വരെ 8 ബിറ്റ് ഡാറ്റ പിൻസാണ്. അത് മൈക്രോ പ്രോസസറിൻ്റെ ഡാറ്റ ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ കൂടാതെ ഇവിടെ റീഡ് സിഗ്നലുണ്ട്, റൈറ്റ് സിഗ്നലുണ്ട്, റീഡ് ബാർ, റൈറ്റ് ബാർ. അതുകൂടാതെ ഒരു CS ബാർ എന്ന് പറഞ്ഞാൽ ചിപ്പ് സെലക്ട് ഉണ്ട് ഈ 8255 സെലക്ട് ചെയ്യാൻ വേണ്ടി. കൂടാതെ A0, A1-ഉം
ഈ ചിപ്പ് സെലക്റ്റും കൂടെ ചേർന്നിട്ട് ഇതിനകത്ത് കൺട്രോൾ വേർഡ് പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു IC കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പോർട്ട് C ആയിട്ടോ മോഡ് 0 ആയിട്ടോ മോഡ് 1 മോഡ് 2 സോറി ഇവിടെ ഞാൻ മോഡ് 1 എന്നാണ് എഴുതിക്കുന്നത്, മോഡ് 2 ആണ്. മോഡ് 2 ഓപ്പറേഷനിലാക്കാൻ വേണ്ടി ഇതിലേക്കൊരു കൺട്രോൾ വേർഡ് നമ്മൾ റൈറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കൺട്രോൾ വേർഡ് റൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കൺട്രോൾ രജിസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്യണം. കൺട്രോൾ വേർഡ് രജിസ്റ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കൊരു കൺട്രോൾ വേർഡ് അയച്ചു കഴിഞ്ഞാൽ, സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോഗ്രാംഡായി ആ IC പിന്നെ മോഡ് 0 ആയിട്ട് വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ മറ്റൊരു കൺട്രോൾ വേർഡാണ് കൊടുക്കുന്നതെങ്കിൽ അത് മോഡ് 1 ആയിട്ട് വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ അത് മോഡ് 2 ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതിന് ഒരു കൺട്രോൾ രജിസ്റ്ററിൽ ഒരു സ്യൂട്ടബിൾ കൺട്രോൾ വേർഡ് നമുക്ക്. അപ്പോൾ അതിനായിട്ടുള്ള റീഡ് ഓർ റൈറ്റ് കൺട്രോൾ ലോജിക്ക് നമുക്കിവിടെ കാണാം. ഇത് ചിപ്പ് സെലക്ട് സിഗ്നലാണ്, ഇത് റീഡ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ, കൂടാതെ A0 A1 ഇവിടെ കാണാം. ഇത് അഡ്രസ് ലൈനിലാണ്. A0 A1 എന്ന് പറയുന്നത് മൈക്രോ പ്രോസസറിൻ്റെ A0യും A0 A1 അഡ്രസ് ലൈനിൽ കണക്റ്റഡ് ആണ്. ഇനി ഇവിടെ D0 മുതൽ D7 എന്ന് പറയുന്നത് മൈക്രോ പ്രോസസറിൻ്റെ ഡാറ്റാ ബസ്സിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇതൊരു ഡാറ്റാ ബസ് ബഫർ വഴി നേരെ ഇതിൻ്റെ ഇൻറ്റേർണൽ ബസ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കാണാം 3 പോർട്ട് C അപ്പർ, പോർട്ട് C ലോവർ, പിന്നെ കൂടാതെ പോർട്ട് B. അപ്പോൾ ഇവിടെ പോർട്ട് കൂടാതെ പോർട്ട് B ഉണ്ട്, കൂടാതെ പോർട്ട് Cയുടെ അപ്പറും ലോവറും. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഗ്രൂപ്പ് ചെയ്തേക്കുന്നത് ശ്രദ്ധിച്ച് കാണും. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പോർട്ട് A ആണ്, രണ്ടാമത്തേതെന്ന് പറയുന്നത് പോർട്ട് Aയും അപ്പർ 4 ബിറ്റ്സും കൂടെ ചേർന്ന് ഒരു രണ്ടാമത്തെ ഗ്രൂപ്പ്, പിന്നെ ലോവർ പോർട്ട് Cയുടെ ലോവർ പാർട്ടും പോർട്ട് Bയും കൂടെ ചേർന്നിട്ട് അടുത്ത ഗ്രൂപ്പ്, പിന്നെ പോർട്ട് B 8 ബിറ്റ് തനിയെ അടുത്ത പോർട്ട്. ഇപ്പോൾ ഇവിടെ പോർട്ട് B അല്ല, ഗ്രൂപ്പ് B എന്നാണ്. ഞാൻ അതായത് ഒന്നുകൂടെ കുറെ ക്ലിയർ ആയി അത് പറയാം. പോർട്ട് A എന്ന് പറയുന്നത് നമുക്ക് 8 ബിറ്റ് ഉണ്ട്, പോർട്ട് B എന്ന് പറയുന്നത് 8 ബിറ്റ് ഉണ്ട്, കൂടാതെ പോർട്ട് Cയുടെ അപ്പർ പാർട്ടും അത് Aയും B എന്നാണ് നമ്മൾ പറയുന്നത്, ഗ്രൂപ്പ് Aയിൽ പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ഗ്രൂപ്പ് Aയിൽ പെടുത്തിയിരിക്കുന്നു. പിന്നെ പോർട്ട് Cയുടെ ലോവർ പാർട്ട് ഗ്രൂപ്പ് Bയിൽ പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ഇത്രയും IC പിന്നുകൾ അല്ലെ പോർട്ടുകൾ നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഇവിടെ കൺട്രോൾ വേർഡിൻ്റെ പ്രത്യേകത, കൺട്രോൾ വേർഡ് വിൽ ബി റിട്ടൺ ഇൻ എ control register. So there is something called as a control register which can be seen here. This is the control logic, and we can have the control. You can see the control register as part of the control logic here, and there is an internal decoding for this control word, and after decoding the suitable signals are generated. So to control this ports as input or output port and in various modes. So here the contents of this register is called as a control word. അല്ലേ, കൺട്രോൾ വേർഡ് രജിസ്റ്ററിൻ്റെ കണ്ടന്റിനെയാണ് കൺട്രോൾ വേർഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ കൺട്രോൾ വേർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ 8255നെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ ഇൻപുട്ട് പോർട്ടോ ഔട്ട്പുട്ട് പോർട്ടായിട്ട് കോൺഫിഗർ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇതിനെ മോഡ് 0, മോഡ് 1 ആൻഡ് മോഡ് 2. ആൻഡ് നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പ്രോഗ്രാമബിൾ ഇൻ്റർഫേസ് IC വിച്ച് ഈസ് 8254. 8254 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ പ്രോഗ്രാമബിൾ ഇൻ്റർവെൽ ടൈമർ. നമുക്കറിയാം ടൈമർ എന്ന് പറയുന്നതിൻ്റെ വലിയ പിറ്റിക്ക് ടൈമർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൗണ്ടർ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ കൗണ്ടർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൗണ്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലോക്കാണ്, ഒരു ക്ലോക്ക് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് ഒരു ടൈമിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഇവിടെ ഈ പ്രോഗ്രാമബിൾ ഇൻ്റർവെൽ ടൈമറും ചെയ്യുന്നത് ഒരു ക്ലോക്ക് അഥവാ ഒരു ടൈമിംഗ് ജനറേറ്റ് ചെയ്യാന്നാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഒരു ടൈമറാണ് ഈ പറയുന്ന 8254 എന്ന് പറയുന്ന ഈ IC. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ പ്രോഗ്രാമബിൾ ഇൻ്റർവെൽ ടൈമർ. ആൻഡ് the 8254 programmable interval timer or counter is functionally similar to a software designed counter or timers, any of the timers. ഇപ്പോൾ സാധാരണ 555 ഒരു ടൈമറായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ ഏതൊരു ടൈമറോ അല്ലെ ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു ICയും പോലെ തന്നെ ഇതും ഒരു ടൈമർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റ് ഡിവൈസുകൾക്ക് ആവശ്യമുള്ള ടൈമിംഗ് നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാം. ഇത് നമ്മളുടെ കിറ്റിനകത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ ഒരു ഇൻറ്റേർണലി നമുക്ക് ആ സിസ്റ്റത്തിൽ ആവശ്യമുള്ള ഒരു ടൈമിംഗ് അവിടെ
ജനറേറ്റ്. അപ്പോൾ 8085 ആവശ്യമുള്ളതായിട്ടോ അല്ലെ മറ്റു ഐ സികൾക്ക് ആവശ്യമായിട്ടുള്ള ടൈമിംഗ് അവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ഐ സിക്ക് സാധിക്കും. ഓക്കെ, then it generates accurate time delays and can be used for applications such as real time clock or event counter, a digital one shot or a square wave generator or a complex waveform generator. ഇത് waveform generate ചെയ്യാനും square wave generate ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. The 8254 includes 3 identical 16-bit counters that can operate independently in any one of the 6 modes. നമുക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ട് 3 കൗണ്ടറുകളാണുള്ളത്. 16-bit കൗണ്ടറാണ്. കൗണ്ടർ 0, കൗണ്ടർ 1 ആൻഡ് കൗണ്ടർ 2. ഇനി ഇതിനെ പ്രോഗ്രാം ചെയ്യാൻ നേരത്തെ ഒരു ഉപയോഗിച്ച 8255 ഉപയോഗിച്ച പോലെ തന്നെ ഇവിടെ ഒരു കൺട്രോൾ വേർഡ് രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കൺട്രോൾ വേർഡ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൗണ്ടറുകളെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ, ഇതിലെ കൗണ്ടറുകൾ സെലക്ട് ചെയ്യാനും പറ്റും, ആ കൗണ്ടറുകളെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് പാക്ഡ് ഇൻ എ 24-pin DIP. നമുക്കിവിടെ കാണാം ഇതൊരു ഡുവൽ ഇൻലൈൻ പാക്കേജാണ്. ഇവിടെ ഡാറ്റ ബസ് D0 മുതൽ D7ലേക്ക് ഇത് കണക്റ്റഡ് ആണ്. ഈ പറയുന്ന പിൻസ് D0 മുതൽ D7. ദെൻ വി ഹാവ് ക്ലോക്ക് 0, ദെൻ ക്ലോക്ക് ഔട്ട്, ദെൻ ഗേറ്റ് 0, then ground. Here VCC, read bar, read signal, then write bar, write signal, CS bar, chip select, then A0, A1 will be connected to the address lines, A0 and A1, then clock 2 out, out to gate 2, clock 1 out, gate 1 and out 1. അപ്പോൾ ഇവിടെ 3 കൗണ്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട്, അത് കൗണ്ടർ 0, കൗണ്ടർ 1, കൗണ്ടർ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ക്ലോക്ക് 0, ക്ലോക്ക് 1, ക്ലോക്ക് 2 3 ക്ലോക്ക് ഔട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൂടാതെ പൾസ് ജനറേറ്റ് ചെയ്യാനുള്ള ഇവിടെ ഗേറ്റിംഗ് പൾസ് ജനറേറ്റ് ചെയ്യാൻ ഗേറ്റ് ഔട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്കിവിടെ ഇതിൻ്റെ ഈ കൗണ്ടർ ആപ്ലിക്കേഷന് വേണ്ടി ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ സി ആണ്. ഇതിൻ്റെ പേര് പ്രോഗ്രാമബിൾ ഇൻ്റർവൽ ടൈമർ എന്നാണ്. ഓക്കെ, സോ ദി 8254 includes 3 identical 16-bit counters that can operate independently ഇൻ എനി വൺ ഓഫ് ദ 6 മോഡ്സ്. അപ്പോൾ ഇതിനകത്ത് 6 മോഡുകളാണ് നമ്മൾ പറയുന്നത്. ആ 6 മോഡിൽ ഇതിന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് പാക്ഡ് ഇൻ 24-pin DIP and requires a single 5-volt power supply so to operate a counter. A 16-bit count is loaded to the register and command begins to increment or decrement the count until it reaches 0. 0 വരെ എത്തുന്നത് വരെ കൗണ്ട് ചെയ്യുക എന്നുള്ളത്. സാധാരണ കൗണ്ടർ ചെയ്യുന്ന പോലെ, ഡൗൺ കൗണ്ടർ ചെയ്യുന്ന പോലെ തന്നെ അത് കൗണ്ട് ചെയ്ത് 0 ആകുന്നവരെ അത് കൗണ്ട് ചെയ്യും. ഓക്കെ, ആൻഡ് അഗെയിൻ അറ്റ് ദി എൻഡ് ഓഫ് ദി കൗണ്ട് ഇറ്റ് ജനറേറ്റ്സ് എ പൾസ് ആൻഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻട്രപ്റ്റ് ദി മൈക്രോ പ്രോസസർ യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ കൗണ്ട് തീരുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പൾസ് ജനറേറ്റ് ചെയ്യും. ആ പൾസ് ഉപയോഗിച്ച് നമുക്ക് മൈക്രോ പ്രോസസർ യൂണിറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദി കൗണ്ടർ ക്യാൻ കൗണ്ട് ഐദർ ഇൻ ബൈനറി ഓർ BCD. അപ്പോൾ ഇതിനെ ബൈനറിയിലോ അല്ലെങ്കിൽ BCDയിലോ കൗണ്ട് ചെയ്യാൻ ഇതിന് സാധിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത. ദെൻ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ക്ലോക്ക് ഫ്രീക്വൻസി റേഞ്ചസ് ഫ്രം DC to 8 MHz or 10 MHz. ഓക്കെ, ഇവിടെ DC ഫ്രീക്വൻസി അത് 0 Hz മുതൽ 8 MHz വരെയും ഫ്രീക്വൻസി ഇതിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത്. ഇതിലും A0 A1 സെലക്ഷനും കൂടെ അതായത് കൺട്രോൾ ഇവിടെ നമുക്ക് A0 A1 പിൻ എന്നുള്ള അതിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ A0യും A1ലേക്ക് കണക്ഷൻസ് 00 കൊടുത്താൽ കൗണ്ടർ 0 സെലക്ട് ചെയ്യാം, 01 കൊടുത്താൽ നമുക്ക് കൗണ്ടർ 1 സെലക്ട് ചെയ്യാം, 10 കൊടുത്താൽ കൗണ്ടർ 2 സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ A0യും A1ൻ്റെയും ഇൻപുട്ട് കണ്ടീഷൻസ് ഇപ്പോൾ നമുക്ക് അവിടെ ഈ പിന്നിൽ കാണാം A0 A1. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ അനുസരിച്ച് നമുക്ക് 00 കൊടുത്താൽ കൗണ്ടർ 1 സെലക്ട് ചെയ്യാം, ദെൻ 01 കൊടുത്താൽ കൗണ്ടർ 2 സെലക്ട് ചെയ്യാം, ദെൻ 10 കൊടുത്താൽ കൗണ്ടർ 2 അല്ല ഇവിടെ കൗണ്ടർ 0 തൊട്ടാണ് തുടങ്ങുന്നത്. 00 കൊടുത്താൽ കൗണ്ടർ 0 സെലക്ട് ചെയ്യാം, ദെൻ 01 കൊടുത്താൽ കൗണ്ടർ 1 സെലക്ട് ചെയ്യാം, 10 കൊടുത്താൽ കൗണ്ടർ 2 സെലക്ട് ചെയ്യാം. ഇനി 11 കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ രജിസ്റ്റർ നമുക്ക്. അപ്പോൾ ഈ കൺട്രോൾ രജിസ്റ്ററിനകത്ത് കൺട്രോൾ വേർഡ് കൊടുക്കാനുള്ളതാണ് ഈ കൺട്രോൾ രജിസ്റ്റർ. അപ്പോൾ ആ കൺട്രോൾ വേർഡ് കൊടുക്കുന്നതനുസരിച്ചാണ്
ഇവിടെ ഏത് കൗണ്ടർ അല്ലെ ഏത് മോഡിലാണ് 6 മോഡുകളെ പറ്റി പറഞ്ഞു, ഏത് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഈ കൺട്രോൾ രജിസ്റ്ററിൽ കൊടുക്കുന്ന കൺട്രോൾ വേർഡാണ് തീരുമാനിക്കുക. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് പ്രോഗ്രാമബിൾ ഐസിയിലേക്ക് പോകാം. ഇത് 8257 or is called as the DMA controller. So 8257 is called as a DMA controller, and DMA stands for direct memory access. So the DMA stands for direct memory access. ഇപ്പോൾ ഒരു സിമ്പിൾ ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷന് വേണ്ടി മൈക്രോപ്രോസസ്സറിൻ്റെ പ്രഷ്യസ് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിലൊരു ഡയറക്റ്റ് മെമ്മറി കോപ്പി ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഈ DMA കൺട്രോളർ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ 8085 വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ 8257, ഇവിടെ 8237 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രിഡീസീസറാണ്. രണ്ടും ഒരേ ആർക്കിടെക്ചറാണ്. അപ്പോൾ ഈ IC ചെയ്യുന്നത് ഇതിൻ്റെ 8085യുടെ ടാസ്ക് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ 8085ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം പ്രധാനപ്പെട്ട ടാസ്ക് ഉണ്ടാവും, കമ്പ്യൂട്ടേഷണൽ ടാസ്ക് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻ, ഏതെങ്കിലും ലോജിക്കൽ ഓപ്പറേഷൻ, അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ള കോപ്പി ഓപ്പറേഷൻസ്, അതായത് ഫ്ലോപ്പി ഡ്രൈവിലേക്ക് ഒരു ഡാറ്റയെ കോപ്പി ചെയ്യണം, റാമിൽ നിന്നും മെമ്മറിയിൽ നിന്നും പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഫ്ലോപ്പി ഡിസ്കിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നത് ഇത്തരത്തിലൊരു DMA കൺട്രോളറായിരിക്കും. അപ്പോൾ 8237 അല്ലെങ്കിൽ 57 എന്ന് പറയുന്ന ഒരു DMA കൺട്രോളർ, ഡയറക്റ്റ് മെമ്മറി ആക്സസ് കൺട്രോളറാണ് ഇത് ഹാൻഡിൽ ചെയ്യുക. So direct memory access is an IO technique commonly used for high speed data transfer. For example, data transfer between system memory and a floppy disk. So in status check IO and interrupt IO, the data transfer is relatively slow because each instruction need to be fetched and executed. അപ്പോൾ ഓരോ തരത്തിൽ ഓരോ ഇൻസ്ട്രക്ഷൻ എടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് ഒരു DMA പോലുള്ള ഓപ്പറേഷൻ ചെയ്യുന്ന വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കോപ്പി ഓപ്പറേഷൻ നടത്താൻ കഴിയും. സോ ഇൻ DMA ദി മൈക്രോപ്രോസസർ യൂണിറ്റ് റിലീസസ് ദി കൺട്രോൾ ഓഫ് ബസസ് ടു ഡിവൈസ് കോൾഡ് DMA കൺട്രോളർ, ആൻഡ് ദി കൺട്രോളർ മാനേജസ് ദി ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് ദി പെരിഫറൽ അണ്ടർ ഇറ്റ്സ് കൺട്രോൾ. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഈ DMA കൺട്രോളർ ഈ കോപ്പി ഓപ്പറേഷൻ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ ദസ് ബൈപാസിംഗ് ദി മൈക്രോപ്രോസസർ യൂണിറ്റ്. So here it uses two signals called as hold and HLDA. So hold stands for, ഇവിടെ ഹോൾഡും HLDA എന്ന് പറയുന്ന രണ്ട് സിഗ്നലാണ്. ഹോൾഡ് അക്നോളജ്, ഹോൾഡ് സ്റ്റാൻഡ്സ് ഫോർ ഹോൾഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹോൾഡ് എന്ന് പറയുന്ന സിഗ്നൽ 8257 8085 മൈക്രോപ്രോസറിന് കൊടുക്കുന്നതാണ്. അപ്പോൾ മൈക്രോപ്രോസർ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും. അതിൻ്റെ പ്രോസസ്സ് ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ ബസ്, അഡ്രസ് ബസ് റിലീസ് ചെയ്ത് കൊടുക്കും, റിലിംഗ്വിഷ് ചെയ്ത് കൊടുക്കും. 8257 വേണ്ടി അത് വിട്ടുകൊടുക്കും. അപ്പോൾ 8257 ഈ ഡാറ്റ ബസ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ ട്രാൻസ്ഫറിലെ കോപ്പി ഓപ്പറേഷൻ നടത്തും. അപ്പോൾ ഈ ഹോൾഡ് എന്നുള്ള സിഗ്നലിൽ അതായത് DMA കൺട്രോളർ 8257 അല്ലെ 8237 നേരെ 8085ക്ക് ഹോൾഡ് എന്ന് പറയുന്ന സിഗ്നൽ കൊടുക്കുമ്പോൾ 8085 മൈക്രോപ്രോസസർ എന്ന് പറയുന്നത് തിരിച്ച് ഇൻ റിട്ടേൺ അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. അത് ഹോൾഡ് അക്നോളജ്, അതല്ലെങ്കിൽ HLDA എന്ന് പറയുന്ന ഹോൾഡ് അക്നോളജ് സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് അത് തിരിച്ച് അക്നോളജ് ചെയ്യുന്നത്. അത് അതിൻ്റെ അർത്ഥം അക്നോളജ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അത് അതിൻ്റെ ഡാറ്റാ ബസ്സും അഡ്രസ് ബസ്സും ഒക്കെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. 8237 വേണ്ടി അത് വിട്ടുകൊടുത്തു എന്നുള്ള ഒരു അക്നോളജ്മെൻറ്റും കൂടെയാണ് അവിടെ ഈ HLDA സിഗ്നൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പിന്നീട് അത് വിട്ടുകൊടുത്തതിന് ശേഷം കോപ്പി ഓപ്പറേഷൻസ് സേഫായിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇവിടെ 8257 there are 4 DMA channels. There are 4 DMA channels for the 8257. So you can see the 4 channels. So channel 0, channel 1, channel 2 and channel 3. So these are 16-bit channels. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ഓപ്പറേഷനിലൊക്കെ 16-bit നമുക്ക് ഡയറക്ട്ലി ട്രാൻസ്ഫർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. So each channel has got 2 16-bit registers and one memory address and one data transfer should begin. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ഡാറ്റ ട്രാൻസ്ഫർ നമ്മൾ ഈ 16-bit ഈ ചാനൽസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് DMA കൺട്രോളറിനെ പറ്റി പറയാനുള്ളത്.
ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു റീഡ് ഓർ റൈറ്റ് ഇതിൽ ഒരു കൺട്രോൾ ലോജിക് ഉണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു കൺട്രോൾ വേർഡ് റൈറ്റ് ചെയ്താൽ മാത്രമാണ് ഇതിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയുക. അപ്പോൾ അത്തരത്തിൽ ഇവിടെ നമുക്ക് ഈ ചാനൽസ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള കോൺഫിഗർ ചെയ്യാനുള്ള ആ മോഡ് സെറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൺട്രോൾ വേർഡ് നമ്മൾ ഉപയോഗിച്ച് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ വേർഡ് ഇതിൻ്റെ കൺട്രോൾ രജിസ്റ്ററിലേക്ക് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കതിനെ ഡയറക്റ്റ് മെമ്മറി ആക്സസിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, so in the next part we see the 8086 microprocessor, which is an advanced form of the 8085 microprocessor. So it is a 16-bit microprocessor. ഇവിടെ 8086 എന്ന് പറയുന്നത് it is a 8086 is a 16-bit microprocessor. ഇവിടെ 8086 എന്ന് പറയുന്നത് it is a 16-bit microprocessor and it is an advanced microprocessor when compared with 8085. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് അഡ്വാൻസ്ഡ് ആകുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ 8085 നമുക്ക് 8-ബിറ്റ് ഡാറ്റാ ബസ്സേ ഉള്ളൂ. അതേസമയം ഇവിടെ 8086 നമുക്ക് 16-ബിറ്റ് ഡാറ്റാ ബസ് ഉണ്ട്. കൂടാതെ ഇതിൻ്റെ അഡ്രസ് ബസ് എന്ന് പറയുന്നത് 20-ബിറ്റ് ആണ്. അപ്പോൾ ഡാറ്റാ ബസ് എന്ന് പറയുന്നത് ഈസ് 16-ബിറ്റ് വൈഡ്, വേറാസ് ദി അഡ്രസ് ബസ് ഇസ് 20 ബിറ്റ്സ് വൈഡ് അല്ലേ, 20 ബിറ്റാണ്. 20 ബിറ്റ്സ് വൈഡ് അഡ്രസ് ബസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതും 8088 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 8088 കേസിൽ ൽ ഹാസ് ഗോട്ട് 16-ബിറ്റ് അഡ്രസ് ലൈൻ, 16-ബിറ്റ് ഡാറ്റാ ബസ് and 20-bit address bus, whereas 8088 has got only 8-bit data bus. ഇതിൽ 8-ബിറ്റ് ഡാറ്റാ ബസ്സാണ് 8088 ഉണ്ടാവുക. അതേസമയം അഡ്രസ് ബസ് എന്ന് പറയുന്നത് 20-ബിറ്റ് ആയിരിക്കും. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ 20-ബിറ്റ് അഡ്രസ് ബസ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം 8086. അതർവൈസ് 8086 ആൻഡ് 8088 ആർ ആർക്കിടെക്ചറലി ദ സെയിം. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണെന്ന് പറയാം. ഇവിടെ പക്ഷേ 8-ബിറ്റ് ഡാറ്റാ ബസ്സേ 8088 ഓക്കെ, സോ വി ക്യാൻ സി ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ദി 8086. Here it is divided into two main units, which is called as the BIU or the bus interface unit, and the EU, which is the execution unit. അപ്പോൾ ഇതിനെ ഇൻറ്റേർണലി നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഇതിനെ രണ്ട് ബ്ലോക്കായിട്ട്, വലിയ ബ്ലോക്കായിട്ട് തിരിക്കാം. ഒന്ന് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് BIU-വും പിന്നെ ഒന്ന് EU എന്ന് പറയുന്ന എക്സിക്യൂഷൻ യൂണിറ്റും. ഓക്കെ, ദെൻ അഗെയിൻ ഹിയർ ദി Intel 8086 is a 16-bit microprocessor intended to be used as the CPU in a microcomputer. അപ്പോൾ ഇതൊരു CPU ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. 8085 പോലെ തന്നെ ഒരു CPU ആയിട്ട് ഇവിടെ ഉപയോഗിക്കാനാണ് 8086ൻ്റെ ഉപയോഗം. Then the term 16 bits means that the arithmetic logic unit and the internal register and most of its instructions are designed to work with 16-bit binary words. അപ്പോൾ 16-ബിറ്റ് ബൈനറി വേർഡ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മെയിനായിട്ട് 8086 ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് ഒക്കെ 16-ബിറ്റ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ദി 8086 ഹാസ് എ 16-ബിറ്റ് ഡാറ്റാ ബസ് ഓൾസോ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ 16-ബിറ്റ് ഡാറ്റാ ബസ്സും ഉണ്ട്. സോ ഇറ്റ് ക്യാൻ റീഡ് ആൻഡ് ഡാറ്റ ഫ്രോം ഓർ റൈറ്റ് ഡാറ്റ ടു മെമ്മറി ആൻഡ് പോർട്സ് ഐദർ 16 ബിറ്റ്സ് ഓർ 8-ബിറ്റ് അറ്റ് എ ടൈം. അപ്പോൾ ഒന്നെങ്കിൽ ഒരുമിച്ച് 16-ബിറ്റ് ഹാൻഡിൽ ചെയ്യാൻ കഴിയും, ഇനി 8-ബിറ്റ് ആയിട്ടും അതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ദി 8086 ഹാസ് എ 20-ബിറ്റ് അഡ്രസ് ബസ്. സോ ഇവിടെ 20-ബിറ്റ് അഡ്രസ് ബസ് ഉണ്ട് അതിന്. സോ ഇറ്റ് ക്യാൻ അഡ്രസ് എനി ഓഫ് ദ 2^20 അഡ്രസ് മെമ്മറി ലൊക്കേഷൻ ഓർ 2^20 എന്ന് പറയുന്നത് ദാറ്റ് അമൗണ്ട്സ് ടു, സോ 2^20. അപ്പോൾ അഡ്രസ് ലൈൻ 20 ആയതുകൊണ്ട് നമുക്ക് 2^20 ഈക്വൽ ടു ടോട്ടൽ അഡ്രസ്സബിൾ സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്നത് ടോട്ടൽ അഡ്രസ്സബിൾ സ്പേസിനെ നമുക്ക് എത്ര എടുക്കാം? 1,48,576 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഹ്യൂജാണ്. ഇതേ സ്ഥലത്ത് നമ്മൾ
8086 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് 64K മെമ്മറിയേ ഉള്ളൂ. ഇവിടെ നമുക്കുള്ള എത്ര ഉള്ളത് 1,48,576 മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അതായത് ഇത് 1 മെഗാ എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ അത്രത്തോളം വലിയൊരു സൈസാണ് ഇതിൻ്റെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈച്ച് ഓഫ് ദി 1,48,576 memory addresses of 8086 represents a byte-wide location. The words will be stored in 2 consecutive memory locations. The first byte of word is at a given address at an even address, and the 8086 can read the entire word in one operation. So if the first byte word is an odd address, the 8086 will read the first byte to one operation and the second byte in another operation. അപ്പോൾ അങ്ങനെ ഈ ഓഡ് വേർഡ്സ് അല്ലെങ്കിൽ ഈവൻ വേർഡ്സിനനുസരിച്ച് ഒരൊറ്റ ഓപ്പറേഷനിൽ റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ 2 ഓപ്പറേഷനിലായിട്ട് അത് റീഡ് ചെയ്യുകയോ ചെയ്യാം. The 8088 has the same arithmetic logic and same race. 8088 ആയിട്ട് 6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 88 എന്ന് പറയുന്നത് എക്സാക്ട്ലി ആർക്കിടെക്ചറിൽ സെയിം ആണ്. ആൻഡ് ദ സെയിം ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഒരേ ഇൻസ്ട്രക്ഷൻ സെറ്റ് രണ്ടിലും വർക്ക് ചെയ്യും. ബട്ട് ദി 8088 also has got a 20-bit address. ഇപ്പോൾ 8086 പോലെ തന്നെ 88നും 20-bit അഡ്രസ് ലൈൻ ഉണ്ട്. ബട്ട് ഇവിടെ അഡ്രസ്സബിൾ സ്പേസ് എന്ന് പറയുന്നതും അത് സെയിം തന്നെയാണ്. 1,48,576 ബൈറ്റ്സ് ഓഫ് മെമ്മറി അഡ്രസ് ചെയ്യാൻ പറ്റും. ബട്ട് ഹൗവർ ദി 8088 ഹാസ് ഗോട്ട് ഓൺലി 8-bit ഡാറ്റാ ബസ്. നമ്മുടെ 8088 8-bit ഡാറ്റാ ബസ് മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. So it has to write or read data using these 8 bits. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാം. ദെൻ ഇവിടെ ഇതിൻ്റെ ഇൻറ്റേർണൽ ആർക്കിടെക്ചറിലേക്ക് പോകാം. സോ ഐ ടോൾഡ് യു ദർ ആർ 2 മെയിൻ യൂണിറ്റ്സ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇസ് ദ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആൻഡ് സെക്കൻഡ് ബ്ലോക്ക് ഇസ് ദി എക്സിക്യൂഷൻ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന് ഓരോന്നും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. So what the bus interface unit contains. So as you can see, the bus interface unit contains the ALU. ഇവിടെ ALU നമുക്ക് ഇതിൻ്റെ പാർട്ടായിട്ട് ALU അല്ല സോറി ഇതിൻ്റെ സമ്മിങ് ലോജിക്കാണ്. ALU അതായത് അരിത്തമാറ്റിക് യൂണിറ്റ് എന്ന് പറയുന്ന എക്സിക്യൂഷൻ യൂണിറ്റിൻ്റെ പാർട്ടായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ സമ്മിങ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ ഒരു അഡ്രസ്സ് ആക്ച്വലി ഇതിൻ്റെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ്ങിൽ നമ്മളൊരു ഓഫ്സെറ്റ് അഡ്രസ്സും ഇതിൻ്റെ ഒരു നമ്മൾ ഫിസിക്കൽ അഡ്രസ്സും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആക്ച്വൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ആക്ച്വൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലോജിക്കാണ് ഇവിടെ ഈ സിഗ്മ അഥവാ സമ്മേഷൻ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലുള്ള രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക രജിസ്റ്റേഴ്സ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ദിസ് ഇസ് കോൾഡ് ആസ് എ ക്യൂ. ഇവിടെ ഈ കാണുന്ന പാർട്ടിനെയാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഇത്രയും ഭാഗത്തിന് നമ്മൾ ക്യൂ രജിസ്റ്റേഴ്സ്. അത് ദിസ് ആക്ച്വലി ഹെൽപ്സ് ഇൻ സ്പീഡിങ് അപ്പ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. ഇറ്റ്സ് കോൾഡ് ആസ് ദ ക്യൂ രജിസ്റ്റർ. അപ്പോൾ ഒരു ക്യൂ പോലെ തന്നെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് ഇവിടെ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. So the bus interface unit sends out addresses, fetches instructions from the memory, reads data from the ports and memory, and writes data to the ports and memory. In other words, the bus interface unit handles all transfers of data and addresses on the buses for the execution unit. And the following sections, you can see that here in the queue is used. Okay. So now in the queue, to speed up a program execution, the bus interface unit fetches as many as 6 instruction bytes ahead of time from memory. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ തന്നെ ഇത് നമുക്ക് സാധാരണ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ വരുന്ന സമയത്ത് മെമ്മറിയിൽ നിന്നും 1 by 1 ഇൻസ്ട്രക്ഷൻ എടുത്ത് അതിനെ ഡീകോഡ് ചെയ്ത് അവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അതിന് പകരം ഇത് ആദ്യം തന്നെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് അതിൻ്റെ സെഗ്മെൻറ്റ് രജിസ്റ്ററിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഒരു ക്യൂ ആയിട്ട് അവിടെ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുക. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നതുകൊണ്ട് അത് എപ്പോഴും അവിടെ എന്താ പറയുക ഒരു പൈപ്പ് ലൈനിങ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതൊരു ബ്രിക്ക്മാൻസ് ഒരു ബ്രിക്ക് ലേയിങ് പോലെ ഒരു ബ്രിക്ക് ലേയേഴ്സ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ബ്രിക്ക് എടുത്ത് കൊടുക്കുന്ന പോലെ. അപ്പോൾ നമ്മളൊരു ഇഷ്ടിക പണി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഒരു മതിൽ കെട്ടുന്ന സമയത്ത് ഇഷ്ടിക എടുത്ത് കൊടുക്കും. അപ്പോൾ ഒരാൾ ഇഷ്ടികയായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഇഷ്ടിക സപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ വേറെ ആൾ ഇഷ്ടിക എടുത്തിട്ട് ഈ മേസ്തിരി ഇഷ്ടിക എടുത്തിട്ട് ഇങ്ങനെ
മതിൽ ഓരോന്നോരോന്നായി കെട്ടുകയാണ്. അപ്പോൾ ഒരു ഇഷ്ടിക എടുക്കുന്ന സമയത്ത് അടുത്ത ഇഷ്ടിക അവിടെ സപ്ലൈ ചെയ്യാൻ വേണ്ടി കയ്യാളത് റെഡിയായിട്ട് നിൽക്കുകയാണ് അതിന് ഇത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനെയാണ് പൈപ്പ് ലൈനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ക്യൂ സിസ്റ്റം അഥവാ പൈപ്പ് ലൈനിങ് സിസ്റ്റം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 8086 8085 കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു റീസൺ. ഇപ്പോൾ 8086 പൈപ്പ് ലൈനിങ് ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇറ്റ് സ്പീഡ്സ് അപ്പ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. സോ in order to speed up program execution, the bus interface unit fetches as many as 6 instruction bytes ahead of time from memory, and the prefetched instruction bytes are held for the EU in a first in first out group of registers called queue. And the bus interface unit can be fetching instruction bytes while the execution unit is decoding the instruction or executing an instruction which does not require the use of buses. കൂടാതെ തന്നെ ഇത് ഡയറക്റ്റ്ലി നമുക്ക് ഈ രജിസ്റ്ററിൽ നിന്ന് എടുത്തുകൊണ്ട് ക്യൂവിൽ നിന്ന് എടുത്തുകൊണ്ട് അതിനെ ഡീകോഡ് ചെയ്യാൻ കഴിയും. ആൻഡ് ഇറ്റ് സിംപ്ലി റീഡ്സ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രോം ദ ക്യൂ ഇൻ ദ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആൻഡ് ദിസ് ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ സെൻഡിങ് ഔട്ട് ആൻ അഡ്രസ് ടു എ സിസ്റ്റം മെമ്മറി ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ മെമ്മറി ടു സെൻഡ് ബാക്ക് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അവിടെ മെമ്മറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സിക്യൂഷൻ യൂണിറ്റിൽ കാണാം, ഈ കാണുന്നതാണ് ഇതിൻ്റെ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 16 ബിറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് AHAL. അത് ഹൈ ലോ എന്നാണ് എച്ചും എല്ലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എച്ച് ഫോർ ഹൈ, എൽ ഫോർ ലോ. എ രജിസ്റ്ററാണ് ഈ കാണുന്നത്. എ രജിസ്റ്റർ ഹൈ, എ രജിസ്റ്റർ ലോ. അപ്പോൾ അപ്പർ 8 ബിറ്റും ലോവർ 8 ബിറ്റ് ആണ് ഈ കാണുന്നത്. അടുത്തത് ബി രജിസ്റ്റർ ഹൈ, ബി രജിസ്റ്റർ ലോ. അടുത്തത് സി രജിസ്റ്റർ ഹൈ, ഡി സി രജിസ്റ്റർ ലോ. അടുത്ത ഡി രജിസ്റ്റർ ഹൈ, ഡി രജിസ്റ്റർ ലോ. അടുത്ത SP സ്റ്റാക്ക് പോയിൻ്റർ ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഇൻഡെക്സിങ് പർപ്പസിന് വേണ്ടി ഈ SIDI എന്ന് പറയുന്ന രജിസ്റ്റേഴ്സ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റർ കാണുന്നത് പോലെ തന്നെ 8085 കാണുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്ററും കൂടാതെ സ്റ്റാക്ക് പോയിൻ്റർ പോലുള്ള സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, so the segment registers, the bus interface unit contains 4 16-bit segment registers. അപ്പോൾ ഇവിടെ ES, CS, SS, DS ഇത്തരം രജിസ്റ്റേഴ്സിനെയാണ് നമ്മൾ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. These segment registers are used to hold the upper 16-bit of the static address from the 4 memory location segments of the 8086 and working with them at a particular time. അപ്പോൾ ഈ 4 സെഗ്മെൻറ്റിലും ഇവിടെ ES, CS, SS, DSലും ഒരേ സമയം ഇവിടെ പാരലലായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ഇവിടുന്ന് ESലുള്ളയും CSലുള്ളയും SSലുള്ളയും DSലുള്ള ഇൻസ്ട്രക്ഷൻ ഒരേ സമയം എടുത്ത് ഫെച്ച് ചെയ്ത് അത് പാരലലായിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫാസ്റ്റായിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. Then the segment registers used to hold the upper 16-bit from the static into the 4 memory segments that the 8086 work at a particular time. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മെമ്മറി ഓർഗനൈസേഷൻ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് 8085 ഉള്ള പോലെ തന്നെ ഇവിടെയും ഫ്ലാഗുകൾ അവൈലബിൾ ആണ്, കാണാം. ഓക്കെ, ദെൻ ഇതാണ് ഇതിൻ്റെ ഒരു മെമ്മറി ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കാണാവുന്ന ഇതിൻ്റെ ടോപ്പ് ഓഫ് ഈച്ച് സെഗ്മെൻറ്റ് രജിസ്റ്ററാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻറ്റയർ മെമ്മറി, അതായത് 1 lakh മെമ്മറി, അതായത് 1 MB അഡ്രസ്സിനെ അഡ്രസ്സബിൾ സ്പേസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ സെഗ്മെൻറ്റ് രജിസ്റ്ററിനും കണക്കാക്കിയിട്ട് 4 ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം 20,000 ഹെക്സ് മുതൽ 2FFF ഹെക്സ് 64K ആണ്. അപ്പം 4 64K ബ്ലോക്കായിട്ട് ഈ 1 MB അഡ്രസ് സ്പേസിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ഓരോന്നും ഓരോ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിലേക്കാണ് ഈ അഡ്രസ്സുകൾ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മെമ്മറീനെ പാരലായിട്ട് ഇവിടെ 4 ബ്ലോക്കാക്കി ഡിവൈഡ് ചെയ്ത് എക്സിക്യൂഷനും വളരെ പാരലായിട്ട് നടക്കുന്ന സമയത്ത് ഇവിടെ ഇറ്റ് സ്പീഡ്സ് അപ്പ് ദ എക്സിക്യൂഷൻ, ടോട്ടൽ എക്സിക്യൂഷൻ ആൻഡ് ദി മൈക്രോ പ്രോസസർ വർക്ക്സ് ഫാസ്റ്റർ. ഇത്രയാണ് 8086 മൈക്രോ പ്രോസസറും അതിൻ്റെ നെക്സ്റ്റ് അതായത് 8088ഉം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ വിത്ത് ദിസ് വി കംപ്ലീറ്റ് ദി ടോപ്പിക്. And I think maybe something is slightly left over, I don't know. ഇവിടെ സ്റ്റാക്കിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാക്കിനെ കുറിച്ച് ഇപ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്റർ സ്റ്റാക്കിനെ ഓപ്പറേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്ററിൽ സ്റ്റാക്ക് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്
പുഷും പോപ്പ് ഓപ്പറേഷനാണ്. പുഷും പോപ്പ് ഓപ്പറേഷൻ. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ അതിനൊരു ഓപ്പറേഷൻ, ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, പുഷ് PSW. ഇവിടെ സ്റ്റാക്കിലേക്ക് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിനെ പുഷ് ചെയ്യുന്നത്. അടുത്തത് റിട്രീവ് ചെയ്യാൻ വേണ്ടി, സ്റ്റാക്കിൽ നിന്ന് തിരിച്ച് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് റിട്രീവ് ചെയ്യാൻ വേണ്ടി പോപ്പ് PSW കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ തിരിച്ച് നമുക്ക് റിട്രീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇതേപോലെ HL രജിസ്റ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പുഷ് H ഉപയോഗിക്കാം. പുഷ് H എന്നുള്ള കമാൻഡ് ഉപയോഗിക്കാം. തിരിച്ച് റിട്രീവ് ചെയ്യണമെങ്കിൽ പോപ്പ് H എന്ന് പറഞ്ഞ കമാൻഡ്. അപ്പോൾ പുഷ് എന്നുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് പുട്ടിങ് ഓൺ ടു സ്റ്റാക്ക്, പുട്ടിങ് ഓൺ ടു ദ സ്റ്റാക്ക്. പോപ്പ് എന്ന് പറയുന്നത് ടേക്ക് ഔട്ട് ഓഫ് ദ സ്റ്റാക്കാണ്, ടേക്ക് ഔട്ട് ഓഫ് ദ സ്റ്റാക്ക്. സോ എ സ്റ്റാക്ക് ഈസ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ which has a last in first out arrangement or organization. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഗനൈസേഷനാണ് ഇവിടെ നമ്മൾ സ്റ്റാക്ക് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്. സോ എൻ എക്സാമ്പിൾ ഇസ് എ പൈൽ ഓഫ് ബുക്സ് കെപ്റ്റ് ഇൻ എ ലൈബ്രറി. ഒരു ലൈബ്രറി ടേബിളിൽ ഇത്തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബുക്കുകൾ എടുക്കുകയാണ്, അതിന് സിമിലർ ആണ് ഇവിടെ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കാണ്, ടോപ്പ് ഓഫ് ദ ബുക്ക്, ടോപ്പ് ഓഫ് സ്റ്റാക്ക്. ഇത് ബോട്ടം ഓഫ് ദ സ്റ്റാക്കാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടുക്കി വയ്ക്കുന്ന സമയത്ത്, ഈ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത്, ഓരോ പുതിയ എൻട്രി വരുന്ന സമയത്തും മുകളിൽ വെച്ചാണ് പോകുന്നത്. തിരിച്ചെടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, ഏറ്റവും അവസാനം വെച്ച ബുക്കായിരിക്കും ഏറ്റവും ആദ്യം പുറത്തെടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഗനൈസേഷനിലെ അറേഞ്ച്മെൻറ്റ് നമ്മൾ വിൽക്കാനുള്ള കാരണം. ഇത് ഞാൻ നേരത്തെ സ്റ്റാക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പല സെക്ഷനിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അടുത്തത് പിന്നെ ഡിലേ കാൽക്കുലേഷനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എടുത്ത സെക്ഷനിൽ ഡിലേയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോഗ്രാം ഡിലേ പറ്റി. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു നിശ്ചിത സമയത്തിന് നമുക്ക് അതിൻ്റെ ടി സ്റ്റേറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ 7 ടി സ്റ്റേറ്റ്സ് ആണെങ്കിൽ ഒരു ടി സ്റ്റേറ്റിന് ഇത്ര മില്ലി സെക്കൻഡ് മൈക്രോ സെക്കൻഡ് ആണെങ്കിൽ അത് ഇത്ര ഇൻറ്റു ഇത്ര 7T ആണ്, 7 ഇൻറ്റു ദാറ്റ് ടൈം, അത്രയും ടോട്ടൽ ടൈം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ഡിലേ പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ വേണ്ടി ഡിലേ സബ് റൂട്ടീൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ സബ് റൂട്ടീൻ എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു സബ് പ്രോഗ്രാമാണ്. സോ സബ് റൂട്ടീൻ സ്റ്റാൻഡ്സ് ഫോർ എ സബ് പ്രോഗ്രാം. സാധാരണ സബ് പ്രോഗ്രാം എന്ന് സീൽ ഒക്കെ പറയാറുണ്ട്. അതേസമയം മെയിൻ പ്രോഗ്രാമുണ്ട്. ഒരു മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ പ്രോഗ്രാം തന്നെയാണ് മൈക്രോ പ്രോസസർ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിന് പറയുന്നത്. സോ മെയിൻ പ്രോഗ്രാമും ഉണ്ട്, സബ് റൂട്ടീനും ഉണ്ട്. അപ്പോൾ ഇവിടെ സബ് റൂട്ടീനെ കോൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഡിലേ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഓഫ് എ സബ് റൂട്ടീനാണ്. സോ സബ് റൂട്ടീൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാം ഡിലേ പ്രോഗ്രാമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നതും വീണ്ടും മറ്റൊരു സബ് റൂട്ടീൻ പ്രോഗ്രാം. അപ്പോൾ മെയിൻ പ്രോഗ്രാമിൽ നിന്നും ഇത്തരത്തിലൊരു ഡിലേ പ്രോഗ്രാമിനെയോ അല്ലെങ്കിൽ ഡിസ്പ്ലേ പ്രോഗ്രാമിനെയോ കോൾ ചെയ്യും. സോ വി ആർ യൂസിങ് എ കോൾ ഓപ്പറേഷൻ ടു കോൾ എ സബ് റൂട്ടീൻ. ദാറ്റ് ഈസ് യൂസ് ടു കോൾ എ സബ് റൂട്ടീൻ. ഓക്കെ. പിന്നെ അത് തിരിച്ച് ആ കോൾ സബ് റൂട്ടീൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ സബ് റൂട്ടീൻ്റെ എൻഡിൽ നമ്മൾ റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. ഈ റിട്ടേൺ എന്തിനാണ്? ഇറ്റ് റിട്ടേൺസ് ടു ദി പ്രോഗ്രാം കൺട്രോൾ ഗോസ് ടു ദ മെയിൻ പ്രോഗ്രാം. ഇറ്റ് റിട്ടേൺസ് ടു ദി മെയിൻ പ്രോഗ്രാം. ഇതാണ് സബ് റൂട്ടീൻ ഓപ്ഷൻ. ഇനി ഇവിടെ ഡിലേ ഒരു എക്സാമ്പിൾ, നമ്മൾ ഡിലേ എന്ന് പറയുന്ന സബ് റൂട്ടീൻ വിളിക്കുമ്പോൾ അതിനൊരു കൗണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിലേ നമുക്ക് ഇവിടെ കാണാം. എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിലേ പ്രോഗ്രാം നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു രജിസ്റ്റർ പെയറോ അല്ലെങ്കിൽ രജിസ്റ്റർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഡിലേ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഡിലേ പ്രോഗ്രാം നമുക്ക് സിമ്പിളായിട്ട് അവിടെ എഴുതി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഹിയർ let us have some particular operation. So use of a counter to implement delay.
ഇവിടെ നമുക്ക് ഇതിനൊരു ഫ്ലോ ചാർട്ട് നമുക്ക് വരയ്ക്കാം. സോ we can see a flow chart. So here we can initialize the counter, initialize, then we can display the count. ഒരു ഡിസ്പ്ലേ ഇത്ര 00 ആണെങ്കിൽ 00 എന്ന് ഡിസ്പ്ലേ ചെയ്യാം. then update the counter, so that means increment, update the counter. Then is the final count reached, final count എത്തിയോ ഇല്ല എന്നുള്ള ഒരു ഡിസിഷൻ ചെക്ക് ചെയ്യണം. is this final count, is this final count, is this final count. അപ്പോൾ ഇവിടെ യെസ് നോ രണ്ട് കണ്ടീഷൻസ് വരും. നോ ആണെങ്കിൽ വീണ്ടും ഇവിടെ ഇത് ഡിസ്പ്ലേയിലേക്ക് പോകണം അല്ലേ, ഡിസ്പ്ലേയിലേക്ക് പോയിട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് ഇൻക്രിമെൻ്റ് ചെയ്യണം. ഇനി കൗണ്ടർ ഫൈനൽ എത്തിക്കഴിഞ്ഞാൽ, കൗണ്ട് ഫൈനൽ എത്തിക്കഴിഞ്ഞാൽ താഴത്തേക്ക് പോവാം. പിന്നെ അടുത്തത് ഇവിടെ നമുക്ക് ലോഡ് ഡിലേ രജിസ്റ്റർ, ലോഡ് delay register, then next is decrement the register, decrement register, then is register 0. അടുത്ത ഡിസിഷൻ ചെക്കിംഗ് ആണ്. is register 0, yes or no. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ച് നമുക്കിവിടെ നോ ആണെങ്കിൽ തിരിച്ച് വീണ്ടും ഡിക്രിമെൻ്റ് ചെയ്യാം. ഓക്കെ, തിരിച്ച് ഡിക്രിമെൻ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, ഇനി യെസ് ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു ലൂപ്പിൽ ആയതുകൊണ്ട് ഇത് ഇൻക്രിമെൻ്റ് ചെയ്ത്, അതായത് കൗണ്ട് 0 ആകുന്നവരെ ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിന് ഈ പ്രോഗ്രാം ഇവിടെ നമുക്ക് ജസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണാം. സോ ഇവിടെ സി എന്ന് പറയുന്ന രജിസ്റ്ററിലാണ് ഞാൻ കൗണ്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. സോ ഐ എം യൂസിങ് MVI C, FFX. So load, so in the comments we can write load register C, load register C. then ഇവിടെ പിന്നെ നമുക്ക് ഡിക്രിമെൻ്റ് ചെയ്യാം. സി രജിസ്റ്ററിലെ കണ്ടൻറ്റിനെ ഡിക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടി DCR C, so which means decrement C. okay, then jump on no 0 loop. അപ്പോൾ 0 ആകുന്ന വരെ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിക്രിമെൻ്റ് ആണ്, ഡിക്രിമെൻ്റ് സി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ തിരിച്ച് ഈ ലൂപ്പിലേക്ക് തന്നെ വരും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. സി 0 ആകുന്ന വരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് സി 0 ആയി കഴിയുമ്പോൾ നേരെ എക്സിറ്റ് ചെയ്യും. അപ്പോൾ 0 ആവും, 0 ഫ്ലാഗ് എന്ന് പറയുന്നത് സെറ്റാവും. ആ സമയത്ത് ഇത് നേരെ അടുത്തത് എക്സിറ്റിലേക്ക് പോകും. ഓക്കെ, അത്തരത്തിലാണ് ഇവിടെ ഒരു കൗണ്ടർ, സിമ്പിളായിട്ടുള്ള ഒരു കൗണ്ടർ അഥവാ ഒരു ഡിലേ പ്രോഗ്രാം. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ, ദി എബവ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഡിലേ പ്രോഗ്രാം. ദി എബവ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് delay program using counter. So with this we can end the classes. So all the best for your exams. Thank you all. ഞാൻ കുറച്ച് പ്രോഗ്രാം എക്സാമ്പിൾസ് നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാം.
അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസ് ആണ്, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇൻസ്ട്രക്ഷൻസ് ഓരോന്ന് ഇൻസ്ട്രക്ഷൻ പരിചയപ്പെടുക. ഇൻസ്ട്രക്ഷൻ സെറ്റ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് ഓൾറെഡി. ആ ഇൻസ്ട്രക്ഷൻ ഡിസ്കസ് ചെയ്ത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രോഗ്രാം സെഗ്മെൻറ്റ് കാണുമ്പോൾ, ജസ്റ്റ് ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം കാണുമ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഓരോ ഇൻസ്ട്രക്ഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവിടെ അതിൻ്റെ ബേസിക് ഒരു ഫ്ലോ ചാർട്ടും ഉണ്ടാവും, കൂടാതെ അതിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം ഉണ്ടാവും. അത് ഞാൻ നിങ്ങളൊരു ട്യൂട്ടോറിയലായിട്ട് ഇട്ടേക്കാം, നോട്ട്സായിട്ട്. പഴയ റെക്കോർഡ്സ് നിന്ന് എവിടെ നിന്നെങ്കിലും ആയിരിക്കും അത് ഡാറ്റ ഒരു ഫോട്ടോ എടുത്ത് അത് ഇട്ട് തന്നേക്കാം. നിങ്ങളത് ജസ്റ്റ് നോക്കി സ്റ്റഡി ചെയ്യാൽ മതി. അത് തന്നെ നിങ്ങൾക്ക് ലാബിൽ എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. നിങ്ങൾ ശരിക്കും പ്രോഗ്രാം എഴുതുമ്പോൾ സ്വന്തമായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ചെയ്തത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് എഴുതാനും പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. All the best for your exams.